വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചുടി ബോട്ടമാണ് എടുക്കുന്നത് കേട്ടോ. ചുടി ബോട്ടത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് 36, സീറ്റ് 41, അതിൻ്റെ തുടവണ്ണം അതായത് തൈ റൗണ്ട് എന്ന് പറയുന്നത് 28ആണ്, നീ ലെങ്ത് 19ആണ്, അതായത് മുട്ട് വരെയുള്ള നീളം. അതിൻ്റെ റൗണ്ട് 15ആണ്, ആംഗിൾ റൗണ്ട് 11ആണ്. ഓക്കെ. അപ്പോൾ ഈ ചുടി ബോട്ടം ഇപ്പോൾ അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്നില്ലെങ്കിലും ചുടി ബോട്ടം ചിലർക്ക് താല്പര്യമാണ്. ഇതിപ്പോൾ ചുടി ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന ഒരാളുടെയാണ് ഇത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടെ ചെയ്ത് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത്, നമുക്കിപ്പോൾ ചുടി ബോട്ടത്തിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് 35ആണ്, അതിൻ്റെ കൂടെ ഞാൻ 10 ഇഞ്ചാണ് ചുടിക്ക് വേണ്ടി കൂട്ടുന്നത് കേട്ടോ. അതായത് ഈ ഭാഗമാണ് ചുടിയായിട്ട് വരുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത്രയും ഭാഗമാണ് നമ്മൾ ആ 10 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. ഓക്കെ, അതാണ് ചുടി പീസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബെൽറ്റ് പീസാണ്. മുകളിൽ നമുക്ക് ബെൽറ്റ് പീസ് വെച്ച് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുള്ള ബെൽറ്റ് പീസാണിത്. ഇത് ബെൽറ്റ് പീസ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ പീസാണ്. ഓക്കെ, ഈ പീസിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ടിങ് എന്നല്ല, പല രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റും. അത് തുണി തികയാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അതായത് ആ കട്ടിങ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ട് ഞാൻ ഓരോ മോഡൽ പേപ്പറിൽ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഈ തുണിയിലേക്ക് എടുക്കാൻ പോവാണ്. ഈ തുണിയുടെ അതായത് നമുക്ക് ചുടി ബോട്ടം ഞാൻ പറഞ്ഞു, പലർക്കും നമുക്ക് കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്ക് നമുക്ക് ചുടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ചുടി എടുക്കുന്നതിന് നമ്മൾ തുണി എടുത്തിടേണ്ടത് കോണോട് കോണാണ് കേട്ടോ. 2 കാലും നമുക്ക് കിട്ടണം. അപ്പോൾ കോണോട് കോൺ മടക്കിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതെങ്ങനെയാ ഇടുന്നതെന്ന് കേട്ടോ. നോക്കിയേ, അതായത് കോണോട് കോണെന്ന് പറയുമ്പോൾ നമ്മുടെ തുണിയെ നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം കോണാക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഇതാണ് നമ്മൾ കോണാക്കുക എന്ന് വെച്ചാൽ. കോണോട് കോൺ എടുക്കുമ്പോൾ നമുക്ക് തുല്യ അളവിൽ കിട്ടും. ഈ തുല്യ അളവിൽ കിട്ടാത്തതും ഉണ്ട്. അപ്പം നമുക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് തുല്യ അളവിൽ കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. എല്ലാം കൂടി ഇപ്പം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ മടക്കുക കണ്ടോ. പേപ്പറല്ല, തുണി മടക്കിയിട്ടേക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ തുണി ഇങ്ങനെ മടക്കിയിട്ടേക്കുകയാണ്. ഓക്കെ, മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഓരോ ഭാഗം ഇങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത് കണ്ടല്ലോ. നമ്മുടെ തുണി ഇതാണ്. തുണിയെ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ കോണായിട്ട് മടക്കി, ഇതാണ് കോണാക്കി മടക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ടിനൊക്കെ എടുക്കുന്നത് പോലെ. എന്നിട്ട് മുകളിൽ നിന്ന് നമുക്കിപ്പോൾ ഈ തുണിക്കാണെങ്കിൽ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കും, അതായത് ലെങ്ത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 45 ഇഞ്ച് ലെങ്ത് ആണ് വരേണ്ടത്. അതിൽ ഞാൻ ബെൽറ്റ് പീസിന് വേണ്ടി 5 ഇഞ്ച് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് വരേണ്ടത് 40 ഇഞ്ച് ലെങ്ത് ആണ്. ഓക്കെ, അപ്പം നമുക്ക് മുകളിൽ വരേണ്ടത്, അതായത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, ആ പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ പണ്ട് നമ്മളെല്ലാം കറക്റ്റ് ഷേപ്പിലാണ് എടുത്തിരുന്നത്, പക്ഷെ ഇപ്പം നമുക്ക് അത്രയും ഷേപ്പിൽ വേണ്ട. അപ്പം ഞാൻ അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആസൻ താഴ്ച നമുക്ക് കാണണം. അതായത് ആസൻ താഴ്ച മീൻസ് ക്രോച്ച് ഡെപ്ത് ആണ് കേട്ടോ. ഈ ക്രോച്ച് ഡെപ്ത് അല്ലെങ്കിൽ സീറ്റ് ഡെപ്ത്, പലരും പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആസൻ താഴ്ച ഇതാണത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ കാണുന്നത് സീറ്റ് എത്ര ആണോ അതിൻ്റെ 1/3 കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് സീറ്റ് 41ആണ്, അതിൻ്റെ 1/3 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.75 കേട്ടോ. അപ്പൊ ഈ 13.75 നിന്ന് -5 ഇഞ്ച്, ഈ 5 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ബെൽറ്റ് പീസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് മടക്കാൻ വേണ്ടി നമ്മൾ വേറെ എടുക്കണം, അത് വേറെ. കറക്റ്റ് ആയിട്ട് വരുന്നത് 5 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 13.75 നിന്ന് 5 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8.75. ഓക്കെ, 8.75 കിട്ടുന്നത്. അതാണ് നമ്മുടെ ഈ പീസിന്റെ ആസൻ താഴ്ച എടുക്കുന്നത്. ബെൽറ്റ് പീസിൽ നമുക്ക് 5 ഉണ്ട്. അപ്പൊ ഈ ടോട്ടൽ ആസൻ താഴ്ച എന്ന് പറയുന്നത് ഇത് മടക്കി വെക്കാൻ, ഇതാണ് ടോട്ടൽ ഞാൻ എടുക്കുന്ന 13.75. 14 ആയാലും കുഴപ്പമില്ല, 14 ഇഞ്ചും എടുക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ആസൻ താഴ്ച അല്ലെ ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് ഈ പീസ് മാറ്റിക്കൊണ്ട് ഇത് മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലെടുക്കാൻ പറ്റുമോ. നമുക്ക് ഫുൾ ലെങ്ത് വരേണ്ടത് എത്രയാണ്? 40 ആണ്. 5 ഇഞ്ച് അതിൽ കൂടുതൽ കിട്ടും. അപ്പൊ മോളിൽ ഞാൻ എടുക്കുന്നത് ഈ 14 എന്ന് പറയുന്നത്
നമ്മുടെ ക്രോച്ച് ഡെപ്ത് ആണ്. ആ ഡെപ്ത് തന്നെ നമുക്ക് 14 മുകളിലെടുത്താൽ 2-3 ചുരുക്കിട്ട് കൊടുക്കാം. അതായത് പണ്ടത്തെ ചുടി ബോട്ടം ടൈറ്റ് ആയിരുന്നു, ഇപ്പൊ ഇച്ചിരി ലൂസ് ആക്കിയിട്ടാൽ എല്ലാവർക്കും അത് ഇടാൻ സുഖമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് 14 14 13 അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ അടിയിൽ തുണി കുറവായതുകൊണ്ട് ഞാൻ 13 എടുക്കും കേട്ടോ. എടുത്തു. ഇനി ഇതിന്റെ ആസൻ താഴ്ച എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ താഴത്തെ തുണി 1 ഇഞ്ച് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഇതിന്റെ ആസൻ താഴ്ച നമുക്ക് 8.25 മതി കേട്ടോ. 8.25. ഓക്കെ, എടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ സീറ്റ് വണ്ണമാണ്. ഈ വണ്ണം എന്ന് പറയുന്നത് പണ്ട് ഞാൻ പറഞ്ഞു പഴയ രീതിയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ സീറ്റ് വന്നേക്കുന്ന 14 ആ 14ന്റെ കൂടെ കണ്ടോ 14, അതിന്റെ കൂടെ നമുക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയെടുക്കാം. ഈ 14ന്റെ കൂടെ നമ്മൾ പെൻസിൽ പാൻറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിന്റെ 12 നമ്മൾ എടുക്കുന്നത്. അത്ര എടുത്താൽ ഇത് ഒത്തിരി ലൂസായി പോവും. അതല്ല 15, അത് വണ്ണം ഉള്ളവരുടെ അനുസരിച്ച്. ഇതാണ് ഇതിന്റെ കണക്ക്. ഏതളവിൽ വേണേലും ചെയ്യാനുള്ള കണക്ക് ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചുടി ബോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഈ കാലിന്റെ മുട്ടിന്റെ താഴോട്ട് ചുടിയായിട്ട് കിടന്നാൽ മതി. മോളിൽ ലൂസാക്കി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ബസ്സിലൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമുക്ക് അത് കണക്കാക്കി തന്നെ എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തത് ഈ അളവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ താഴോട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് വേണ്ട അളവ് വരച്ചു കൊടുക്കുക. കണ്ടോ, വേണ്ട അളവ് വരച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴെ നമ്മുടെ ലെങ്ത് കണക്കാക്കണം. നമുക്ക് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 5 ഇഞ്ച് മുകളിലുണ്ട്. അപ്പൊ താഴെ നമുക്ക് 40 മതി. ഓക്കെ, 40 ആണ് വേണ്ടത്. നമുക്ക് 40 നമ്മൾ എടുത്തു. 40 അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, 40 അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആംഗിൾ ലെങ്ത് തന്നിട്ടുണ്ട്. ആംഗിൾ റൗണ്ട് തന്നിട്ടുണ്ട് 11. അപ്പൊ നമുക്ക് 5.5 വരേണ്ടത്. അപ്പൊ നമ്മൾ 6.5 എടുക്കും. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തേക്കണം. 6.5 കൊടുക്കുക. 6.5. ഈ 6.5 എന്ന് പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 6.5 നമുക്ക് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പൊ 15 വേണമെങ്കിൽ നിങ്ങൾക്ക് 15 എടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പൊ തുണിയുടെ അനുസരിച്ചാണ്. നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തുണി എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ്. അപ്പോ ഈ 6.5 ഇഞ്ച് ഇത് കണ്ടോ, ഇവിടം വരെ ഇത് ചുടിയാണ്. ഇതിന്റെ ചുടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ നീ ലെങ്ത് എടുത്തു. ഈ നീ ലെങ്ത് പറയുന്നത് മുകളിലത്തെ 5.5 കഴിഞ്ഞിട്ടാണ്. അതായത് മുകളിൽ നമ്മൾ 5 ഇഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം 5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് 19 മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നീ വരുമ്പോൾ നമുക്ക് ഇവിടാണ് നീ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി വരുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇതിപ്പോ എളുപ്പത്തിൽ, അതായത് നീ ടൈറ്റായിട്ട് നമുക്ക് തയ്ക്കണമെങ്കിൽ ആ നീ റൗണ്ട് നമ്മൾ നോക്കണം. നീ റൗണ്ട് നോക്കിയിട്ട് ആ നീ റൗണ്ട് ഇവിടെ അടയാളപ്പെടുത്തണം. അതിനുശേഷം ഡൈ റൗണ്ട് നോക്കണം. ഡൈ നമുക്ക് ഇവിടെ കൊടുത്താൽ മതിയാകും. 14 വരുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് അതിന്റെ അളവിൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഇവിടെ ഞാൻ ലൂസ് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ലൂസ് കുറച്ചിട്ടില്ല. താഴെ മാത്രമാണ് ചുടിയിൽ കൊടുത്തേക്കണത്. കാരണം അത് ചുടിയായിട്ട് കിടക്കുകയും ചെയ്യും, മുകളിൽ ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതല്ല ടൈറ്റ് വേണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ തന്നെ ആ ലെങ്ത് നോക്കി നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആ ലെങ്ത് തന്നെ നോക്കി വരുമ്പോഴേക്കും നമുക്ക് നീ റൗണ്ട് വരുന്നത് ഇവിടാണ്. നീ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 15 ആണ്. 15ന്റെ പകുതി 7.5 വരുന്നത്. തയ്യൽ തുമ്പ് 8.5 ഇവിടെ വരും. അപ്പൊ ഇത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ ഈ ചുടി മാത്രമാണ് എടുത്തേക്കുന്നത്. ബാക്കി ആ ലെങ്ത് കറക്റ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇത്രയും തുണി ഉള്ളത് കാരണം നമുക്ക് ഈ മോഡലിൽ ചെയ്തെടുക്കാം. മുകളിലത്തെ പീസ് കട്ട് ചെയ്താൽ മതി. അതല്ല നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ, അതായത് ഇത്രയും പീസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നതുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പീസ് കട്ട് ചെയ്ത് പീസ് കയറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക്
അത് സംശയമുള്ളവരുണ്ടെങ്കിൽ, സംശയം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. മോള് വെക്കേണ്ട പീസ് നമുക്ക് ഇവിടുന്നും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇനി നമുക്ക് ബെൽറ്റ് പീസിനുള്ള ഇത് നോക്കിയേ. ഇത് പഴയ പോലെ അല്ല ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ആ ചുടിയും അതിന് കണക്കാക്കിയുള്ള ലൂസുമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 36 വേസ്റ്റിൽ ചെയ്താൽ മതി. 36ന്റെ കൂടെ നമുക്ക് ലൂസ് കൂടെ കൂട്ടണം, ഒരു 6 ഇഞ്ച്. അതായത് നമ്മുടെ ചുടി ബോട്ടത്തിന് 36 വേസ്റ്റ് വരുമ്പോൾ 6 ഇഞ്ച് കൂട്ടാം, 8 ഇഞ്ച് കൂട്ടാം, 10 ഇഞ്ച് കൂട്ടാം കേട്ടോ. അപ്പോൾ വേസ്റ്റിന്റെ കൂടെ നമുക്ക് എത്ര ലൂസ് വേണോ ആ ലൂസ് കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വേസ്റ്റ് എത്ര ആണോ വരുന്നത് 36, വേസ്റ്റിന്റെ ലൂസ് കണക്കാക്കി നമുക്ക് ഇതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിൽ പ്ലേറ്റ് മാത്രം മതിയെങ്കിൽ ഫ്രണ്ടിൽ കൊടുക്കാം, ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാം, സൈഡിലും കൊടുക്കാം, ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. പക്ഷെ അത് വളരെ 2-3 എണ്ണമൊക്കെ കാണുള്ളൂ. നമ്മൾ അത്രയും ഇത് കുറച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനാണ്. കാരണം ഇത് ഓവർ ലൂസ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ചുടിയാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. ചുടി ബോട്ടം തയ്ച്ചു കഴിഞ്ഞു കണ്ടോ. ഇതിപ്പോ സാധാരണ ബോട്ടം അടിക്കുന്ന പോലെ ഉള്ളൂ. നമുക്ക് വേറെ തുണി തികയാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മടക്കിയിട്ട് നമ്മൾ ഇതെടുക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെയാണ് മടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ ഈ പീസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഈ പീസൊന്നും നമുക്കില്ല. നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീസാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നത് കണ്ടോ. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചുടി ബോട്ടം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ലെങ്ത് എടുത്തു. ഓക്കെ, 10 ഇഞ്ച് നമ്മൾ കൂട്ടി ഇത്ര എടുത്തു നമുക്ക് ചുടിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിങ്ങനെ വരച്ചു. ഇപ്പം ഇവിടം വരെ നമുക്ക് വരുന്നുള്ളൂ കണ്ടോ. ബാക്കി നമുക്ക് സീറ്റും ബാക്കിയുള്ളതെല്ലാം വേറെ പീസിലാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇതുപോലുള്ള പീസ്, വേറെ ഒരു പീസ് നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ വെച്ചാലും മതി. നമ്മുടെ തുണി അത്രേ ഉള്ളെങ്കിൽ നിങ്ങളൊരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വെക്കുക. ഓക്കെ, കണ്ടോ. ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് എത്ര ആണോ വേണ്ട അതും കിട്ടും, ഇവിടെ നിന്നുള്ള താഴ്ചയും കിട്ടും, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉള്ള ആ പീസും കിട്ടും കണ്ടോ. അപ്പം നമ്മൾ അത് മാറ്റിയിട്ട് എത്ര ആണോ നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പും കൂട്ടി കറക്റ്റ് ചെയ്ത് ഈ പീസ് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കണ്ടോ. ഇങ്ങനെ ഒരു പീസാണ് കിട്ടുന്നത്. മനസ്സിലായോ. അപ്പോൾ ആ പീസ് നമ്മൾ നോക്കിയേ, ഞാൻ ഈ ബ്ലാക്ക് വെച്ച് വരച്ചേക്കണത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായി കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തുണിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു മോഡൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടില്ല, നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക കണ്ടോ. ഇങ്ങനെയാണ് വന്നത്. അപ്പം നമുക്ക് മുകളിലേക്കുള്ള പീസും വേണം, സൈഡിലേക്കുള്ള പീസും വേണം. അപ്പം നമ്മൾ മുകളിലേക്കും എടുക്കും, സൈഡിലേക്കും എടുക്കും കേട്ടോ. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മുകളിലേക്കും വേണം പീസ്, സൈഡിലേക്കും വേണം പീസ്. നമ്മൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഇപ്പം മുകളിൽ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പീസാണിത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്കും വേണം. അപ്പം ഇങ്ങനെ വരും പീസ്, ഇങ്ങനെ വന്നിട്ട് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പാറ്റേൺ എടുക്കുമ്പോഴും നമുക്ക് ഓരോ വ്യത്യാസമാണ് കേട്ടോ വരുന്നത്. അത് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ താനെ പഠിച്ചോളും. പിന്നെ ചിലർക്കത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഈ പീസ് വന്നേക്കണത്. നോക്കൂ ഇങ്ങനെ. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് താഴ്ച എടുത്തു, അവിടുന്ന് ഇങ്ങനെ എടുത്തു, അതായത് ഈ ഷേപ്പാണ് വന്നത് അല്ലേ. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പം ഇതില്ല എങ്കിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും? നമുക്ക് ഇവിടെയും കൂടുതൽ ലെങ്തും വേണം, അത്രയും വേണം താനും. അപ്പം നമ്മൾ അത്രയും വേണമെങ്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇത്രയാണ് നമുക്ക് വേണ്ടത്, അത് വരച്ചു. എന്നിട്ട് അത് വരച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണം കേട്ടോ പീസ്. ഇങ്ങനെ പീസ്. അപ്പം നമുക്ക് പല പല രീതിയിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഇതായില്ലേ, നോക്കിയേ. ഇതിപ്പോൾ നമുക്ക് ചുടി ബോട്ടമായി. അപ്പം നമുക്ക് ചിലപ്പോൾ ചെറിയ കഷ്ണമേ ആകത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇവിടെ മാത്രം പീസ് കയറ്റി കൊടുക്കേണ്ടി വരും, ഇവിടെ മാത്രം. അപ്പം നിങ്ങൾക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ആദ്യം നോക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വരച്ച് നോക്കുക
കേട്ടോ. ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ആ പീസ് എങ്ങനെ എടുക്കാം, എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കി. ഇത് കണ്ട, ഇതിപ്പോ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമുക്ക് ഇവിടെ പീസ് കിട്ടാണ്ട് വരും. ഇത്രയും പീസ് ഇവിടെ നമുക്ക് കട്ടായി പോവും. ഇവിടെ പീസ് എന്ന് വെച്ചാൽ ഇത്രയും പീസ് നമുക്ക് കട്ടായി പോവും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ച് കട്ട് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ചുടി ബോട്ടം എടുക്കുക. കണ്ടോ, ഇതുപോലെ ഒത്തിരി മോഡലുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കഷ്ണങ്ങൾ വെച്ചിട്ടും തയ്ച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ചുടി ബോട്ടം അത്ര വലിയ പ്രാധാന്യം ഇല്ല. പിന്നെ ഇതിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന കാരണമാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. പണ്ട് നമ്മൾ കറക്റ്റ് അളവിലാണ് എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ലൂസാക്കി എടുക്കുന്നത്. ഓക്കെ.